ദിവ്യകാരുണ്യ നാഥനോടൊപ്പമായിരിക്കാനും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കാനും ദിവ്യകാരുണ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അതുവഴി ദിവ്യകാരുണ്യ ഭക്തിയിൽ ആഴപ്പെടുവാനുമാണ് ഇരിങ്ങാലക്കുട രൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഏറ്റവും ഭക്തിപൂർവവും ശ്രദ്ധേയവുമായ രീതിയിൽ രൂപതാധ്യക്ഷനൊപ്പം വൈദികരും സന്യസ്തരും അൽമായരും ചേർന്ന് നടത്തി. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ നേതൃത്വം നൽകി. ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദം തൃശൂർ അതിരൂപത സഹായം മെത്രാൻമാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ ആമുഖ സന്ദേശം നൽകിയ മാർ കണ്ണൂക്കാടൻ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനും കൂട്ടായ്മയുടെ സ്വർഗീയ അനുഭവം കരഗതമാക്കാനും മുറിവുണക്കാനുമാണ് പ്രസ്തുത ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് വ്യക്തമാക്കി. തന്റെ വാക്കുമൂലമോ ഇടപെടൽ മൂലമോ ആർക്കെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നെന്നും തന്നെ വേദനിപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നുവെന്നും മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകി. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തപ്പെട്ടു. കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് ആരംഭിച്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണം ചന്തക്കുന്ന് വഴി ചന്ദ്രിക ജംഗ്ഷനിലെത്തി ദൈവപരിപാലന ഭവനത്തിന് മുന്നിലൂടെ മെയിൻ റോഡ് വഴി ടാണ ജംഗ്ഷനിലെത്തി കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു. രൂപതയിലെ 141 ഇടവകകളെ സൂചിപ്പിച്ചുകൊണ്ട് 141 പൊൻകുരിശുകളും പേപ്പൽ പതാകകളും പിന്നിൽ ഓപ്പയും മൂറിസും ധരിച്ച സഭാംഗങ്ങളും ഈ വർഷം ആദ്യ കുർബാന സ്വീകരണം നടത്തിയ കുഞ്ഞുങ്ങൾ അവരുടെ ആദ്യ കുർബാന സ്വീകരണ വേഷത്തിലും അണിനിരന്നു. കോൺഗ്രിഗേഷൻ അടിസ്ഥാനത്തിൽ സിസ്റ്റേഴ്സ് തൊട്ടുപിറകിൽ ധൂപക്കുറ്റിയും ചെറുമണികളുമായി അൾത്താര സംഘക്കാരും ഇവർക്ക് പിറകിൽ കുഞ്ഞുമാലാകമാരും അണിനിരന്നു. ശേഷം ദിവ്യകാരുണ്യം വഹിച്ച വാഹനം പ്രദക്ഷിണം തിരിച്ച് ദൈവാലയ അങ്കണത്തിൽ പ്രവേശിച്ചതോടെ ദിവ്യകാരുണ്യ ആശീർവാദത്തോടെയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സമാപിച്ചത്. ഷിഗ്ന ന്യൂസ്, തൃശൂർ.